जैसे मिलिट्री मार्शल पहले एक सीटी बजाते हैं, फिर लास्ट सीटी होती है ഫൈനൽ. ഇപ്പം ബാബു പറയണ ഏതുപോലെ മിലിറ്ററി മാർഷൽ ആദ്യം ഒരു വിസിൽ ഊതും, ഒരു വിസിലടിക്കും, അടുത്ത് ലാസ്റ്റ് വിസിലെന്ന് പറയുന്നത് ഫൈനലാണ്. तो आज नाजुक समय की सूचना की ഫസ്റ്റ് सीटी है. ഇപ്പം ബാബു പറയാണ് ഇന്ന് സമയം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനയുടെ ആദ്യത്തെ വിസിലാണ്. സീറ്റി ബജാത്തെ ഹേ കി തയ്യാർ ഹോ ജായ്. ആദ്യത്തെ ആ വിസിലെന്ന് പറയുന്നത് ബാബ പറയുകയാണ് തയ്യാറാകുന്നതിന് വേണ്ടിയാണ്. इसलिए अभी परीक्षाओं के पेपर देने के लिए तैयार हो जाओ. അതുകൊണ്ട് ഇപ്പോഴ് പരീക്ഷകളുടെ പേപ്പർ തരുന്നതിന് വേണ്ടി തയ്യാറാവൂ. അതായത് പരീക്ഷാ പേപ്പറിന് വേണ്ടി എപ്പോഴും തയ്യാറാവൂ എന്ന് ബാബ പറയുകയാണ്. ഐസനെ സംശോ ബാപ്ദാദ തോ അവ്യക്ത. അങ്ങനെ കുട്ടികൾ മനസ്സിലാക്കരുത് ബാപ്ദാദ അവ്യക്തമാണ്. ഹം വ്യക്തമേ ക്യാബി കരെ, ഞങ്ങൾ വ്യക്തത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ കുട്ടികൾ ചിന്തിക്കരുത്. അതായത് ബാബ അവ്യക്തമായതിനു ശേഷം ബാബ വ്യക്തത്തിലുള്ള അത്രയും തന്നെ ഒരു ഗൗരവത്തിൽ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുകയില്ല. അല്ല എങ്കിൽ കാര്യത്തിൻ്റെ ഗൗരവം എടുക്കാറില്ല. അത് കണ്ടതുകൊണ്ടാണ് ബാബ ഇങ്ങനെ പറയുന്നത്. ബാബ ഇന്ന് മിലിറ്ററി മാർഷലായിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു വിസിലടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുകയാണ്, ഇപ്പം നിങ്ങൾ തയ്യാറാകുന്നതിന് വേണ്ടിയുള്ള വിസിലാണ് ബാബ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. ഇനിയും പരീക്ഷകൾ തുടരെ വരികയാണ്, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളും. അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കരുത് ബാബ അവ്യക്തമാണല്ലോ, വ്യക്തത്തിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, അങ്ങനെ ധരിക്കരുത്. ഹരേക്ക് കെ ഏക് സെക്കൻഡ് കെ സങ്കല്പ കാ ചിത്ര അവ്യക്ത വതൻ മേ സ്പഷ്ട ഹോത്താ രഹതാ ഹൈ. ഓരോരുത്തരുടെയും ഓരോരോ സെക്കൻഡിൻ്റെയും സങ്കല്പങ്ങളുടെ ചിത്രം അവ്യക്ത വതനത്തിൽ സ്പഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയുകയാണ് ബാബ ഇപ്പോഴവ്യക്തമാണ്. അപ്പം അതുകൊണ്ട് കുട്ടികൾ കുറച്ച് അശ്രദ്ധ കാണിക്കുന്നുണ്ട്, അലസത കാണിക്കുന്നുണ്ട്. എന്തു വേണമെങ്കിലും ആകാം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് കുട്ടികൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ബാബ പറയുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിൻ്റെയും സങ്കല്പം അത് വളരെ സ്പഷ്ടമായിട്ട് അവ്യക്ത വദനത്തിൽ ബാബ കാണുന്നുണ്ട്. ഇസ്ലിയെ ബേപർവാഹ് നഹി ബന്ന ഹെ. അതുകൊണ്ട് നിങ്ങൾ ഒന്നും സാരമില്ല, അങ്ങനെ നിസ്സാരമായി കാണരുത്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ. ബാബ അങ്ങ് അവ്യക്തവചനത്തിലാണല്ലോ, നമ്മളിങ്ങി സാകാരത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. ബാബ കാണുന്നില്ലല്ലോ. അങ്ങനെയുള്ളൊരു ഈസി മട്ടിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് ബാബ പറയുകയാണ് നിങ്ങളുടെ ഓരോരോ സെക്കൻഡിൽ നിങ്ങളുടെ മനസ്സിൽ ഏത് സങ്കല്പമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ സങ്കല്പത്തിൻ്റെ ചിത്രസഹിതം ബാബയെടുത്തെത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ നിസ്സാരമായി കാണരുത്. അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഓരോന്നിൻ്റെയും ഫലം അവരവർ തന്നെയാണല്ലോ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെയും ബാബ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു സങ്കല്പം തെറ്റുകയാണെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇളവുകളുടെ സമയമല്ല, സീരിയസായി പോകേണ്ട സമയമാണ് എന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശ്വരീയ മര്യാദാവുമേ ബേപർവാഹ് നഹി ബന്ന. ഈശ്വരീയ മര്യാദകളിൽ കുട്ടികൾ അതായത് അതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ച് തന്നെ പോകണം, അതിനെ നിസ്സാരമായി കാണരുത്. ഈശ്വരീയ മര്യാദകളെ സീരിയസായി ഗൗരവത്തോடு തന്നെ വീക്ഷിക്കണം എന്ന് പറയുകയാണ്. आसुरी मर्यादाओं व माया से बेपरवाह बनना है.
न कि ഈശ്വരീയ മര്യാദവും സെ ബേപർവാഹ് ബന്ന ഹെ. ആസുരീയ മര്യാദകൾ അല്ലെങ്കിൽ മായയുടെ അടുത്ത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതിനെ നിങ്ങൾ സാരമായി കാണണ്ട. പക്ഷേ ഈശ്വരീയ മര്യാദകളെ നിങ്ങൾ സാരമായി തന്നെ കാണണം. അതിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത്, അത് പരിഗണിക്കാതിരിക്കരുത്, ഡോൺ കെയർ ആകരുത് ആ കാര്യത്തിൽ എന്ന് ബാബ പറയുകയാണ്. ബേപർവാഹി കാ കുച്ച് കുച്ച് പ്രവാഹ് വദൻ തക് പहुंचता है. സാരമില്ല എന്ന് നിങ്ങൾ കാണുന്നതിൻ്റെ ആ ഒരു ഒഴുക്ക് അങ്ങ് വദനത്തിൽ വരെ അതിൻ്റെ പ്രഭാവം വരുന്നുണ്ട്. അതായത് അമൃതവേള മുതൽ രാത്രി വരെയുള്ള ദിനചര്യയിൽ ഏതെല്ലാം ശ്രീമത്താണോ ഉള്ളത്, ആ ശ്രീമത്തിൽ ഏതെങ്കിലുമൊക്കെ കുറവുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ പ്രഭാവം ബാബയുടെ അടുത്ത് വരെ എത്തുന്നുണ്ട് എന്ന് ബാബ പറയുകയാണ്. ഇസ്ലിയെ ആജ് ബാപ്ദാദ ഫിർസെ യാദ് ദിലാ രഹേ ഹെ. അതുകൊണ്ടാണ് ബാപ്ദാദ ഇന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പൂർണതാക്കോ സമീപ് ലാനാ ഹെ. സമ്പൂർണതയെ കുട്ടികൾ സമീപം കൊണ്ടുവരണം. സമസ്യാവും കോ ദൂർ ഭഗാനാ ഹെ और സമ്പൂർണത കോ സമീപ് ലാനാ ഹെ. പ്രശ്നങ്ങളെ ദൂരെ ഓടിക്കണം, സമ്പൂർണതയെ സമീപം കൊണ്ടുവരണം. ബാബ പറയാണ്, പ്രശ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, അത് നിങ്ങളതിനെ ദൂരെ ഓടിക്കുകയാണ് വേണ്ടത്, അതിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ എങ്ങനെയും തൻ്റെ സമ്പൂർണതയെ സമീപത്ത് കൊണ്ടുവരണം. അക്കാര്യത്തിൽ കുട്ടികൾ സീരിയസ് ആയിട്ട് എടുക്കണം പുരുഷാർത്ഥം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മൈൻഡ് ചെയ്യേണ്ടെന്ന് തന്നെ ബാബ പറയുകയാണ്. കഹാ സമ്പൂർണത കെ ബജായി സമസ്യാവും കോ ബോധ് സാമനെ രക്തേ. ചിലപ്പോൾ സമ്പൂർണതയ്ക്ക് പകരം പ്രശ്നങ്ങളെയാണ് കൂടുതൽ മുന്നിൽ കാണുന്നത്. സമസ്യാവും കാ സാമന കരേ തോ സമസ്യ സമാപ്ത ഹോ ജായ്. പ്രശ്നങ്ങളെ തരണം ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ സമാപ്തമായിക്കോളും. सामना करना नहीं आता है तो एक समस्या से अनेक समस्याएं आती हैं. അപ്പം ബാബ പറയുകയാണ്, പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അറിയില്ല എങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്നും അനേകം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പൈദാ ഹോ ഔർ വഹാ ഹി ഖതം കർ ദേ തോ വൃദ്ധി ന ഹോ. ബാബ പറയുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ അതിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ അത് അഭിവൃദ്ധിയിലേക്ക് വരില്ലല്ലോ. समस्या को फौरन समाप्त कर देंगे तो फिर वंश पैदा नहीं होगा. ആ പ്രശ്നത്തിനെ അപ്പം തന്നെ ഇല്ലാതാക്കുകയാണെങ്കിൽ, പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുകയാണെങ്കിൽ അതിൻ്റെ വംശം പിന്നെ ഉണ്ടാകുകയില്ല. അംശ രഹത്താ ഹേ തോ വംശ ഹോത്താ ഹേ. അംശം അവശേഷിക്കുന്നത് കൊണ്ടാണ് പിന്നെ അതിൽ നിന്ന് വംശം ഉണ്ടാകുന്നത്. അംശ കോ ഹി ഖതം കർ ദേങ്കെ തോ വംശ കഹാ സെ ആയെങ്കി. അവനൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അംശത്തെ തന്നെ ഇല്ലാതാക്കിയാണെങ്കിൽ പിന്നെ വംശം എവിടെ നിന്ന് വരാനാണ് എന്ന് ചോദിക്കുകയാണ്. തോ സംജ സമസ്യാക്കെ ബർത്ത് കോ കൺട്രോൾ കർണാ ഹെ. അപ്പം മനസ്സിലായോ, പ്രശ്നങ്ങളുടെ ബർത്തിനെ അതായത് ജനനത്തെ നിയന്ത്രിക്കണം, പ്രശ്നങ്ങളെ സ്റ്റോപ്പ് ചെയ്യണം, അതുണ്ടാകുന്ന രീതിയെ ബാബു പറയാൻ നിയന്ത്രിച്ചു പോകണം. അഭി ഇഷാരെ മേ കഹ് രഹേ ഹെ ഫിർ സഭി പ്രത്യക്ഷ രൂപമേ ആപ്കി സ്ഥിതി ബോലേങ്കി. ബാബൻ ഇപ്പം പിന്നെ ബാബ സൂചനയിലൂടെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി പ്രത്യക്ഷ രൂപത്തിൽ നിങ്ങളുടെ സ്ഥിതി തന്നെ പറയും എന്ന് ബാബ പറയുകയാണ്. അതായത് പ്രശ്നങ്ങളെല്ലാം ഇല്ലാതായിക്കോളും. ഇപ്പം പിന്നെ ബാബ സൂചന തരികയാണ്, പിന്നെ നിങ്ങളുടെ സ്ഥിതി തന്നെ അങ്ങനെ ആയിക്കോളും. അതായത് മുഖം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും എന്ന് ബാബ പറയുകയാണ്. छिपने ही सकेंगे, ഒന്നും മറഞ്ഞിരിക്കുകയില്ല. ജൈസെ നാരദ് കി സൂരത്ത് സഭാ കെ ബീച്ച് ചിപ് സഖി. ഏതുപോലെ നാരദൻ്റെ മുഖം സഭാമധ്യത്തിൽ മറച്ചു വയ്ക്കാൻ പറ്റിയോ? അവരുടെ ഒന്നും മറഞ്ഞിരിക്കുകയില്ല, എല്ലാം അത് പ്രത്യക്ഷത്തിൽ വരുമെന്ന്. अभी तो बाप गुप्त रखते हैं लेकिन थोड़े समय के बाद फिर गुप्त नहीं रह सकेगा. ഇപ്പോൾ ബാബയെല്ലാം ഗുപ്തമാക്കി വയ്ക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഗുപ്തമായിട്ടിരിക്കുകയില്ല.
ബാബ എന്താണോ നമ്മളിലുള്ളത് അത് പ്രത്യക്ഷത്തിൽ വരും. ഇപ്പം പിന്നെ ബാബ എല്ലാം മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാബ ഉദാഹരണം പറഞ്ഞത്, നാരദൻ്റെ മുഖം സഭയിൽ മറച്ചു വയ്ക്കാൻ കഴിഞ്ഞു. എന്താണ് നാരദൻ എന്നുള്ളത് അത് പ്രത്യക്ഷമായല്ലോ. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാകും എന്ന് ബാബ പറയുകയാണ്. ഉൻകി സൂരത്ത് സീരത്ത് കോ പ്രത്യക്ഷ കരേങ്കി, അവരുടെ മുഖം അവരുടെ ലക്ഷണങ്ങളെ പ്രത്യക്ഷമാക്കും. ജൈസെ സയൻസുമേ ആജിക്കൽ ഇൻവെൻഷൻ കർത്തേ ജാത്തേ ഹെ, ഏതുപോലെ സയൻസിൽ ഇന്നത്തെ കാലത്ത് ഓരോരോ കാര്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കോയി ഭി ഗുപ്ത ചീസ് സ്വദാഹി പ്രത്യക്ഷ ഹോ ജായ്, അതേതെങ്കിലും ഒരു ഗുപ്തമായിട്ടുള്ള വസ്തു അത് സ്വതവേ തന്നെ പ്രത്യക്ഷത്തിൽ വരും. അതായത് മറച്ചു വയ്ക്കാൻ പറ്റില്ല. അതാണ് ബാബു പറയുന്നത്. ഐസേ ഹി സൈലൻസ് കി ശക്തി കാ ഭി സ്വതः ഹി പ്രത്യക്ഷ രൂപ ഹോ ജായേഗ, അതേപോലെ തന്നെ സൈലൻസിൻ്റെ ശക്തിയുടെയും സ്വതവേ തന്നെ പ്രത്യക്ഷ രൂപമാകും. കഹനെ വ കർണേസേ നഹി ഹോങ്ക, പറയുന്നത് കൊണ്ടോ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് ബാബു പറയാണ്. അതായത് അത് സൈലൻസിൻ്റെ ശക്തി എന്താണോ അത് സ്വതവേ തന്നെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുമെന്ന്. തോ ഭവിഷ്യ സമയക്ക് സൂചന ദേ രഹേ ഹേ, അപ്പോൾ ഭാവിയിലെ സമയത്തിൻ്റെ സൂചന തന്നുകൊണ്ടിരിക്കുകയാണ്. ഇസിലിയെ അബ് നാജൂക്ക് സമയക്ക സാമന കർണേ കെ ലിയെ നാജൂക്ക് പഞ്ചോടന ഹേ. അപ്പോൾ ബാബു പറയാണ്, വളരെ മോശമായിട്ടുള്ള ഭീകരമായിട്ടുള്ള സമയത്തെ നേരിടണമെങ്കിൽ ബാബു പറയാണ് കുട്ടികളുടെ ആ വികൃതിത്തരം അല്ലെങ്കിൽ കുട്ടിക്കളി ഒന്ന് മാറ്റണമെന്ന്. തബ് ഹി നാജൂക്ക് സമയക്ക സാമന കർ സക്കെങ്കി, അപ്പോഴേ ഭയാനകമായിട്ടുള്ള സമയത്തെ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് നമ്മൾ ഗൗരവത്തോടെ കാര്യങ്ങളെ വീക്ഷിച്ചു പോയാൽ മാത്രമേ, നമ്മുടെ സ്ഥിതി അങ്ങനെ പവർഫുള്ളാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ, വരാൻ പോകുന്ന സമയത്തെ പ്രത്യേകിച്ചും തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ, നേരിടാൻ കഴിയുകയുള്ളൂ എന്ന് ബാബ പറയുകയാണ്. അച്ഛാ ഹർഷിത് മുഹ്രേനെ കാ ജോ ഗുണ ഹെ വഹ് പുരുഷാർത്ഥമേ ബഹുത്ത് മദദ്ഗാർ ബൻ സക്തേ. ഹർഷിത മുഖമായിരിക്കുന്ന ഒരു ഗുണം പുരുഷാർത്ഥത്തിൽ വളരെ സഹയോഗിയാകും. അവരുടെ പുഞ്ചിരി മുഖം വളരെയധികം പുരുഷാർത്ഥത്തിന് സഹായിക്കും. ജൈസെ സൂരത് ഹർഷിത് രേത്തി ഹെ വൈസെ ആത്മാഭി സദൈവ് ഹർഷിത് രഹെ, ഏതുപോലെ മുഖം സദാ ഹർഷിതമായിരിക്കുന്നു അതേപോലെ ആത്മാവും സദാ ഹർഷിതമായിരിക്കണം. ഇസ് നാച്ചുറൽ ഗുണസെ ഇസ് നാച്ചുറൽ ഗുണക്കോ ആത്മാമേ ലാന ഹെ, ഈ നാച്ചുറൽ ഗുണത്തെ ആത്മാവിൽ കൊണ്ടുവരണം, ഹർഷിതമായിരിക്കുന്ന ആ ഗുണത്തെ. സദാ ഹർഷിത് രഹേങ്കെ तो फिर माया की कोई आकर्षण नहीं होगा, यह बाप की ഗ്യാരണ്ടി है. ബാബാന് സദാ നിങ്ങൾ ഹർഷിതമായിട്ടിരിക്കുകയാണെങ്കിൽ മായയുടെ ഒരു ആകർഷണത്തിൻ്റെ പ്രഭാവത്തിൽ വരില്ല. ഇത് ബാബയുടെ ഗ്യാരണ്ടിയാണ്. लेकिन वह तब होगा जब सदैव आत्मा को हर्षित रखेंगे, എന്നാൽ അപ്പോഴേ നടക്കുകയുള്ളൂ എപ്പോഴാണോ ആത്മാവിനെ സദാ ഹർഷിതമാക്കി വയ്ക്കുന്നത്. മായയുടെ ആകർഷണത്തിൽ വരാതിരിക്കണമെങ്കിൽ എപ്പോഴും ആത്മാവിനെ ഹർഷിതമാക്കി വയ്ക്കണം എന്ന് ബാബ പറയുകയാണ്. फिर बाप का काम है माया के आकर्षण से दूर रखना. നിങ്ങളങ്ങനെ ഹർഷിതമായിട്ടിരുന്നാൽ മാത്രം മതിയെന്ന്. പിന്നെ ബാബ ബാക്കി കാര്യം ചെയ്തോളൂ എന്ന്, മായയെ ഓടിച്ചു വിട്ടോളൂ എന്ന്. यह गारंटी बाप आपसे विशेष कर रहे हैं, सभी से नहीं करते. പവൻ ഈ ഗ്യാരൻറ്റി വിശേഷിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്യുകയാണ്, എല്ലാവരോടും ഞാൻ ഈ ഗ്യാരൻറ്റി എല്ലാവർക്കും കൊടുക്കാറില്ല. അതായത് നിങ്ങൾ ഹർഷിതരായിരുന്നാൽ മാത്രം മതി. അതായത് മായയുടെ ആകർഷണത്തിൽ നിന്ന് നിങ്ങളെ ദൂരെ ഇരുത്തുന്നത്, അതിനുള്ള ഗ്യാരൻറ്റി ഞാൻ തരാം എന്ന് ബാബ പറഞ്ഞിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് മാത്രമാണ് ഞാനിത് ഗ്യാരൻറ്റി തരുന്നത്, വിശേഷിച്ച് നിങ്ങളോട് ഞാൻ പറയുകയാണ്. क्योंकि जो आदि रतन होते हैं उन्हों से आदि देव का
വിശേഷ സ്നേഹ രേത്ത ഹെ. എന്തുകൊണ്ടെന്നാൽ ആരാണോ ആദിരത്നങ്ങൾ അവരോട് ആദിദേവന് വിശേഷിച്ച് സ്നേഹമുണ്ട്. ബാബയ്ക്ക് വിശേഷിച്ച് സ്നേഹമുണ്ട്. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങളൊന്ന് സന്തോഷമായിട്ടിരുന്നാൽ മായയുടെ ആകർഷണത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മുക്തമാക്കാം. ആദിക്കോ അനാദീപനോ. അപ്പോൾ ആദിയെ അനാദിയാക്കൂ എന്ന് ബാബ പറയുകയാണ്. ജബ് അനാദി ബൻ ജായെങ്കെ തോ ഫിർ മായാ കി ആകർഷൺ നഹി ഹോങ്കി. അനാദിയായി തീരുമ്പോൾ പിന്നെ മായയുടെ ആകർഷണം ഉണ്ടാകുകയില്ല. സമസ്യയെ സാമനെ നഹി ആയെങ്കി. പ്രശ്നങ്ങളൊന്നും മുന്നിൽ വരികയില്ല. ജബ് ബാപ് കാ സ്നേഹ സ്മൃതി മേ രഹേങ്ക തോ സർവശക്തിവാൻ കെ സ്നേഹ കെ ആകെ സമസ്യ ക്യാ ഹെ. ബാബയുടെ സ്നേഹം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എങ്കിൽ ബാബ പറയാണ്, സർവശക്തിവാൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ പ്രശ്നം എന്താണ്? ബാബ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ബാബ പറയാണ്, സർവശക്തിവാൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ പ്രശ്നമൊന്നുമല്ല എന്ന്. കഹാം വഹു സ്നേഹ് അവർ കഹാം സമസ്യ. എവിടെയാണ് സർവശക്തനായ ഭഗവാന്റെ സ്നേഹം, എവിടെയാണ് പ്രശ്നം? വഹ് രായി വഹു പഹാഡ് ഇത്തനാ ഫറക്ക് ഹെ. ബാബ പറയാണ്, അത് വെറും കടുക്, ഇത് പർവ്വതം, ഇതും തമ്മിൽ അത്ര വ്യത്യാസമുണ്ടെന്നാണ് ബാബ പറയുന്നത്. ബാബ പറയാണ്, പർവ്വതം പോലെയുള്ള സ്നേഹം ബാബയുടെ. പ്രശ്നമെന്ന് പറയുന്നത് വെറും കടുകിന് സമാനമാണ്. तो आदि रत्न बनने के लिए सर्वशक्तिमान की शक्ति और स्नेह को सदैव साथ रखना. പാതിരത്നമാകുന്നതിന് വേണ്ടി സർവശക്തിവാൻ്റെ ശക്തിയെയും ആ സ്നേഹത്തെയും സദാ കൂടെ വയ്ക്കണം. അപ്പനേക്കോ അക്കേല കബീബിനെ ഹി സമझന. ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കരുത്. സാത്തി കെ ബിന ജീവൻ കാ ഏക് സെക്കൻഡ് ഭീ ന ഹോ. ബാബയില്ലാതെ, സാത്തിയില്ലാതെ ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡ് പോലും ഉണ്ടാവരുത്. സർവശക്തിവാൻ സാത്തി സദാ കൂടെ ഉണ്ടാകണം. जो स्नेही साथी होते हैं वह अलग नहीं होते. സ്നേഹി ആരാണോ സദാ കൂടെയുള്ളത് അവരൊരിക്കലും വേറെയാകുകയില്ല. സാത്തി കോ സാത്ത് ന രഖ്നെ സെ അക്കേലെ ഹോനെ സെ മായാ ജീത്ത് ലേത്തി ഹെ. സാത്തിയെ കൂടെ വയ്ക്കാത്തത് കൊണ്ട്, ഒറ്റയ്ക്കാകുന്നതിലൂടെ മായ ജയിക്കുകയാണ്. ബാബ പറയണ എപ്പോഴും തൻ്റെ കൂട്ടുകാരനായ ബാബയെ, സർവശക്തിവാനെ കൂടെ വയ്ക്കൂ. ഒരിക്കലും ഒറ്റയ്ക്കാകരുത്. ഒറ്റയ്ക്കാകുകയാണെങ്കിൽ, ബാബയെ മാറ്റി നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മായ ജയിക്കും. അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ്, ആദിരത്നമാകുന്നതിന് വേണ്ടി സർവശക്തിവാൻ്റെ ശക്തിയെയും സ്നേഹത്തെയും സദാ കൂടെ വയ്ക്കൂ. അപ്പോൾ അങ്ങനെ ബാബ കുട്ടികൾക്ക് ഗ്യാരണ്ടി തരികയാണ്, നിങ്ങളെപ്പോഴും ഹർഷിതമായിട്ടിരിക്കുകയാണെങ്കിൽ മായയുടെ ആകർഷണത്തിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താമെന്ന്. ബാബയ്ക്ക് കുട്ടികളോട് പ്രത്യേകിച്ച് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ബാബ കുട്ടികളെ സഹായിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഹർഷിത മുഖത്തോടെ ഇരിക്കാം. നമ്മളെപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഹർഷിതമായിട്ടിരിക്കുകയാണെങ്കിൽ ആത്മാവിൻ്റെ ആ സന്തോഷം പുറത്ത് മുഖത്തിലും കാണപ്പെടും. അങ്ങനെ ഹർഷിത മുഖത്തോടെ ബാബയുടെ ആശയം നമുക്ക് പൂർത്തീകരിക്കാം. നമുക്ക് ആ സങ്കല്പത്തോടെ ഈ മുരളിയുടെ തീരുകയാണ്. ഓം ശാന്തി.